ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കൽച്ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുറച്ച് പരിപ്പും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പരിപ്പും ചെറുപയറും ഒക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സമയം വെള്ളത്തിലൊഴിച്ച് കുതിർത്ത് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കുതിർത്ത് വെച്ചത് കഴുകി വൃത്തിയാക്കിയെടുത്ത് ഞാനിവിടെ കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒരു പിടി പരിപ്പ് അത്ര എടുത്തിട്ടുള്ളൂ, ഒരു കുഞ്ഞി കറി വെക്കാനാണ്. അപ്പോൾ ഈ പരിപ്പിലേക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് പരിപ്പ് മാത്രം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, കഷ്ണമൊന്നും ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം പരിപ്പിലേക്ക് ഒരു കുഞ്ഞ് സ്പൂണിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ പരിപ്പ് മാത്രം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പരിപ്പിന് കുറച്ച് അത്യാവശ്യം വേവുണ്ടല്ലോ. അപ്പോൾ ഈ കൽച്ചട്ടിയിൽ വെച്ചാൽ പരിപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ പരിപ്പ് ഏകദേശം ഒരു പകുതി മുക്കാലോളം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പച്ചമുളക്, വലിയ പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പടവലങ്ങയാണ് കേട്ടോ ഇതിലത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ പടവലങ്ങ ഇതുപോലെ അതിലത്തെ ഉള്ളിലത്തെ ആ സാധനങ്ങളൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത പടവലങ്ങ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നീളത്തിലല്ല, ഇതുപോലെ ചെറിയ വലിപ്പത്തിൽ സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, കാരണം പരിപ്പിന് പൂർണ്ണമായിട്ടും വേവായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇപ്പം നമുക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മഞ്ഞ നിറം കൂടുതൽ വേണമെന്നുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. പക്ഷേ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, ഓൺലി മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി വേവിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളിത് ഒരിക്കലും ഫുൾ ഫ്ലെയിമിലിട്ട് വേവിക്കാൻ പാടില്ല കേട്ടോ, കാരണം നമ്മുടെ കൽച്ചട്ടി ഉള്ളവരോടാണ് പറയുന്നത്. കൽച്ചട്ടിക്ക് പെട്ടെന്ന് ചൂട് വരും, അതുകൊണ്ട് തന്നെ പിന്നെ അത് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഫുൾ ഫ്ലെയിമിൽ ഇടാതെ കുറച്ച് സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇനി ഞാൻ അരമുറി തേങ്ങയും ഒരു ചെറുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു നുള്ളു ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. പക്ഷെ നല്ല മഷി പോലെ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല, കുറച്ചൊരു തരി വേണം. അപ്പോൾ ഇതാ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കഷ്ണം അത്യാവശ്യം വെന്തിട്ടുണ്ട്, അത്യാവശ്യം കുറച്ച് നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ അരപ്പും കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറുക്കിയെടുക്കണം. ഇതിന് അധികം വെള്ളം പാടില്ല. ഈ ഒരു കറിക്ക് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ ഓവർ വെള്ളം വേണ്ട, പുളിശ്ശേരി ഒന്നും പോലെ ഓവർ വെള്ളം വേണ്ട. അപ്പോൾ ഇത് ഞാനിപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരും, അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അതായത് ഇതിന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തിളച്ച് മറിയും, അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ കൽച്ചട്ടി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ തേങ്ങ ചേർക്കുന്നതിന് മുമ്പും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത് കേട്ടോ. എന്തായാലും പ്രശ്നമില്ല, ഉപ്പ് പിടിച്ചോളും. അപ്പോൾ ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഇതെന്താണ് കാരണമെന്ന് വെച്ചാൽ, ഇത് കൽച്ചട്ടിയാണ്. അപ്പോൾ പെട്ടെന്നൊരു തിള വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് തിളച്ച് മറിഞ്ഞങ്ങ് പോകും. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് തിളച്ചങ്ങ് മറിഞ്ഞ് പോകില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ഇവൻ അത്യാവശ്യം തിളച്ചങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചടപടയും എന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതങ്ങ് തിളച്ച് മറിഞ്ഞ് പോകും. അപ്പം എനിക്ക് ഈ കുഞ്ഞ് കൽച്ചട്ടിയിൽ വെക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ വെക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇതിൽ കറി വെച്ചാൽ. അപ്പോൾ പരിപ്പും പടവലങ്ങയും ഇതുപോലെ കറി വെച്ചാൽ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിനാൻ വേണ്ടിയിട്ട്. സെയിം മെത്തേഡിൽ കപ്പളങ്ങയും കൊണ്ട് നമുക്ക് കറി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ഇടുവാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു തവ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുകാണെങ്കിൽ ചെറുപറാന്ന് പൊട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം വറ്റൽമുളക് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ നമ്മുടെ കടുക് വറുത്തും കൂടി ഇട്ടപ്പോൾ നല്ല ഗ്ലാമറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക. ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു തോരനോ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് കഴിക്കാം. ഭയങ്കര ടേസ്റ്റാണ്, വെറും പരിപ്പ് കറി പോലെയല്ല. അപ്പം വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.